ഓം ശാന്തി. 25/1/70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. സമയം വളരെ തീവ്രമായി പോവുകയും പുരുഷാർത്ഥം ചെയ്യുന്നവർ സാധാരണ രീതിയിലും ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നാണ് ബാബ ചോദിച്ചിരുന്നത്. മഞ്ചിൽ പർ പഹുഞ്ച് സക്കേങ്കെ, ബാബ ചോദിക്കുക ലക്ഷ്യത്തിലെത്താൻ കഴിയുമോ? फिर सतयुगी मंजिल के बजाय त्रेता में जाना पड़ेगा. പിന്നെ സത്യയുഗി ലക്ഷ്യത്തിന് പകരം ത്രേതായുഗത്തിലേക്ക് പോകേണ്ടി വരും. जैसे समय तेज दौड़ रहा है वैसे खुद को भी दौड़ना है. ഏതുപോലെ സമയം വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അതേപോലെ സ്വയവും ഓടേണ്ടി വരും. അപ്പം ബാബു പറയുന്ന സമയം വളരെ തീവ്രമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മളും വളരെ തീവ്രമായി ഓടിയില്ല എങ്കിൽ ലക്ഷ്യത്തിലെത്തുകയില്ല. അപ്പോൾ സത്യയുഗി ലക്ഷ്യത്തിന് പകരം പിന്നെ നമ്മൾ എത്തുന്നത് ത്രേതായുഗത്തിലായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്ഥൂൽ മേ ഭി ജബ് കോയി ഗാഡി പക്കടനി ഹോത്തി ഹെ തോ സമയ കോ ദേഖന പടുത്താ ഹെ. അപ്പം ബാബു പറയുന്ന സ്ഥൂല രൂപത്തിലും ഒരു ട്രെയിനിൻ്റെ സമയത്ത് എത്തണമെങ്കിൽ സമയത്തിനനുസരിച്ച് നോക്കി പോകേണ്ടി വരുമല്ലോ. നഹീത്തോ രഹി ജാത്തേ ഹെ, അല്ല എങ്കിൽ വണ്ടി അങ്ങ് പോകും. സമയത്തോ ചൽഹി രഹാ ഹെ, ബാബു പറയുന്ന സമയം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കോയിക്ക് ലിയേ സമയക്കോ രുക്കന നഹി ഹെ, ആർക്ക് വേണ്ടി സമയം നിൽക്കുകയില്ല. ബാബ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. സമയം എപ്പോഴും ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സമയം ആർക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. അപ്പോൾ സമയത്തിനനുസരിച്ച് തൻ്റെ പുരുഷാർത്ഥം തീവ്രമാക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ ഡീലേ ചലനേക്കെ ദിൻ ഗേ, ഇപ്പോൾ ഇങ്ങനെ സാധാരണ ഒരു അയഞ്ഞ മട്ടിലുള്ള സമയം കഴിഞ്ഞുപോയി. ദൗഡിക്കെ ബി ദിൻ ഗേ, ഓടുന്നതിൻ്റെയും സമയം കഴിഞ്ഞുപോയി. അബ് ഹെ ജമ്പ് ലഗാനേക്കെ ദിൻ, ഇപ്പോൾ ജമ്പ് ചെയ്യുന്നതിനുള്ള സമയമാണ്. കോയി ബി ബാത്ത് കി कमी फील होती है तो उसको 1 सेकंड में परिवर्तन में लाना, इसको कहा जाता है जंब देना. ഏതെങ്കിലും കുറവ് തന്നിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുറവിനെ 1 സെക്കൻഡിൽ പരിവർത്തനത്തിൽ കൊണ്ടുവരിക, ഇതിനെയാണ് പറയുന്നത് ജമ്പ് ചെയ്യുക. അപ്പം ബാബ പറയുകയാണ് നടക്കുന്നതിനുള്ള സമയവും ഓടുന്നതിനുള്ള സമയവും പുരുഷാർത്ഥത്തിൻ്റേത് കഴിഞ്ഞുപോയി. ഇപ്പോൾ സമയം ജമ്പ് ചെയ്യുന്നതിനുള്ളതാണ്. അപ്പം ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നിൽ ഏതെങ്കിലും ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുറവിനെ സെക്കൻഡിൽ തന്നെ മാറ്റിയെടുക്കുക, അതാണ് ശരിക്കും ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. ദേഖ്നെ മേ ഊഞ്ച ആത്താ ഹെ ലേക്കിൻ ഹേ ബഹുത് സഹേജ്. ബാബറെ നോക്കുമ്പോൾ വളരെ ഉയർന്നതായിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പമുള്ള കാര്യമാണ്. സിർഫ് നിശ്ചയ് और ഹിമ്മത്ത് ചാഹിയെ, നിശ്ചയവും ധൈര്യവും മാത്രം മതിയെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പരിവർത്തനം കൊണ്ടുവരാൻ കഴിയും. ഇത്തന നിശ്ചയ വാലോं की विजयी तो कल्प पहले भी हुई थी वह अभी भी हुई पड़ी है. നിശ്ചയമുള്ളവരുടെ വിജയം കഴിഞ്ഞ കൽപ്പത്തിലും ഉണ്ടായതാണ്, അതിപ്പോഴും ഉള്ളത് തന്നെയാണ്. ഇത്തന പക്ക അപ്പനേക്കോ ബനാന ഹെ, ഇത്രയും പക്ക തന്നെ ആക്കിയെടുക്കണം. സെക്കൻഡ് സെക്കൻഡ് मन वाणी और कर्म को देखना है. ഓരോരോ സെക്കൻഡും തൻ്റെ മനസ്സിനെയും ശബ്ദത്തെയും കർമ്മത്തെയും നോക്കണം. അപ്പോൾ ഇത്രയും പക്ക ആകണം എന്ന് ബാബ പറയുകയാണ് കുട്ടികളോട്. അതായത് കഴിഞ്ഞ കൽപ്പത്തിലും നമ്മൾ വിജയിച്ചിട്ടുള്ളതാണ്, ഈ കൽപ്പത്തിലും തീർച്ചയായിട്ടും ഞാൻ വിജയിക്കും. ഇത്രയും പക്ക നിശ്ചയം തൻ്റെ മേൽ വേണം. പിന്നെ ഓരോ സെക്കൻഡും തൻ്റെ മനസ്സിനെയും ശബ്ദത്തെയും കർമ്മത്തെയും സ്വയം ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ബാപ്ദാദാക്കോ യഹ് ദേഖന കോയി മുഷ്കിൽ നഹി, ബാപ്ദാദായ്ക്ക് ഇത് നോക്കാൻ പ്രയാസമൊന്നുമില്ല. ദേഖനെ കെ ലിയേ കോയി ആധാർ ലേനേക്ക് ആവശ്യകത നഹി, ഇത് കാണുന്നതിന് വേണ്ടി ഏതെങ്കിലും ആധാരം എടുക്കേണ്ട ആവശ്യവും ബാബയ്ക്കില്ല. കഹാസേ ഭി ദേഖ് സക്തേ ഹെ, എവിടെ നിന്ന് വേണമെങ്കിലും ബാബയ്ക്ക് ഇത് നോക്കാൻ കഴിയും അല്ലെങ്കിൽ കാണാൻ കഴിയും. പുരാനോം സെ നയേ മേം ഔർ ഹി ഉമംഗ് ഹോത്താ ഹെ കി ഹം കർക്കെ ദിഖായെങ്കി, പഴയവരേക്കാൾ പുതിയവരിൽ ആ ഉണർവ് കാണുന്നുണ്ട്, ഞാൻ ചെയ്ത് കാണിക്കും എന്ന്. ഐസെ തീവ്ര സ്റ്റുഡൻസ് ബി ഹേ,
അങ്ങനെയുള്ള തീവ്ര വിദ്യാർത്ഥികളുമുണ്ട്. അതായത് ബാബയുടെ വിദ്യാർത്ഥികളിൽ പഴയ വിദ്യാർത്ഥികളും പുതിയ വിദ്യാർത്ഥികളും ഉണ്ട്. അതിൽ പഴയവരേക്കാൾ പുതിയവർക്ക് ഈ ഉണർവും ഉന്മേഷവും ഉണ്ട്. ബാബ പറയുന്നത് പോലെ പുരുഷാർത്ഥം ചെയ്ത് കാണിക്കും എന്ന്. नए ही कमाल कर सकते हैं क्योंकि उनको समय भी स्पष्ट देखने में आ रहा है. പുതിയവർക്ക് അത്ഭുതം ചെയ്യാൻ സാധിക്കും, കാരണം അവരുടെ മുന്നിൽ സമയവും സ്പഷ്ടമായി കാണാൻ കഴിയുന്നുണ്ടല്ലോ. समय का भी सहयोग है, परिस्थितियों का भी सहयोग है. അപ്പോൾ പുതിയ വിദ്യാർത്ഥികളുടെ അടുത്ത് സമയത്തിൻ്റെയും സഹയോഗമുണ്ട്, പരിതസ്ഥിതികളുടെയും സഹയോഗമുണ്ട്. परिस्थितियाँ भी अब दिखला रही है कि पुरुषार्थ कैसे करना है. പരിതസ്ഥിതിയും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുള്ള പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്. അപ്പം ബാബു പറയണം, ഇപ്പോൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സമയം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പുരുഷാർത്ഥം ചെയ്യേണ്ടത്. അതുപോലെ ചുറ്റുപാടും അങ്ങനെയുള്ളത് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയാണ് പുരുഷാർത്ഥം ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത്ഭുതം പുതിയ പുതിയ കുട്ടികൾക്ക് ചെയ്യാൻ കാണിക്കും പുരുഷാർത്ഥത്തിലൂടെ എന്ന് ബാബ പറയുകയാണ്. जब परीक्षाएं शुरू हो गई तो फिर पुरुषार्थ नहीं कर सकेंगे. പരീക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരുഷാർത്ഥം ചെയ്യാൻ കഴിയുകയില്ല. फिर फाइनल पेपर शुरू हो जाएगा. പിന്നെ ഫൈനൽ പേപ്പർ ആരംഭിക്കും. पेपर के पहले पहुंच गए हो यह भी अपना सौभाग्य समझना जो ठीक समय पर पहुंच गए हो. പേപ്പറിന് മുൻപേ എത്തിക്കഴിഞ്ഞു, ഇതും തൻ്റെ സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കണം, ശരിയായിട്ടുള്ള സമയത്ത് എത്തിക്കഴിഞ്ഞു എന്ന്. പരീക്ഷയ്ക്ക് മുമ്പേ എത്തിക്കഴിഞ്ഞു, ശരിയായ സമയത്ത് ഞാൻ എത്തിച്ചേർന്നല്ലോ, ബാബ എന്നെ എത്തിച്ചല്ലോ, അതും എൻ്റെ സൗഭാഗ്യമാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. പേപ്പർ ദേനെ കെ ലിയെ ദാഖിൽ ഹോ സക്കേ ഹോ. പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രസൻ്റ് ആകാൻ കഴിയും. പേപ്പർ ശുരു ഹോ ജാത്താ ഹെ ഫിർ ഗേറ്റ് ബന്ദ് ഹോ ജാത്താ ഹെ. പേപ്പർ തുടങ്ങിക്കഴിഞ്ഞാൽ, പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് അടയ്ക്കും. शुरू में जो आए उन्हों को वैराग्य दिलाया जाता था. തുടക്കത്തിൽ വന്നവരെ കൊണ്ട് വൈരാഗ്യം കൊണ്ടുവരികയാണ് ചെയ്തത്. ബാബയുടെ യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ വന്നവർക്ക് ബാബ പറഞ്ഞു പറഞ്ഞ് കലിയുഗം നശിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വൈരാഗ്യം കൊണ്ടുവരിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സമയവും പരിതസ്ഥിതി അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതായത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സമയം ഇപ്പോൾ ഏതാണ്, എന്താണ് ചെയ്യേണ്ടത്. ബാബ പറയുന്നതിനനുസരിച്ച് തൻ്റെ പുരുഷാർത്ഥത്തെ തീവ്രമാക്കുന്നതിനുള്ള സമയം ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ആജ്കൽ കി പരിസ്ഥിതിയാ ഹി വൈരാഗ്യ ദിലാത്തി. ഇന്നത്തെ കാലത്തുള്ള പരിതസ്ഥിതികൾ തന്നെ വൈരാഗ്യം കൊണ്ടുവരുന്നുണ്ട്. ആപ് ലോഗോं की धरनी बनने में देरी नहीं है. നിങ്ങളുടെ ഭൂമി തയ്യാറാകുന്നതിന് സമയമെടുക്കുകയില്ല. सिर्फ ज्ञान के निश्चय का पक्का बीज डालेंगे और फल तैयार हो जाएगा. നിശ്ചയത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ നിശ്ചയത്തിൻ്റെ പക്കാ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഫലം തയ്യാറായി കഴിയും. ബാബുപരയുടെ മനസ്സാകുന്ന ഭൂമി അങ്ങനെ തയ്യാറായി കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി തയ്യാറാക്കേണ്ടി വരുന്നില്ല. കാരണം അത്രയും പ്രശ്നങ്ങളും പരിതസ്ഥിതികളും നിലവിലുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ശരിയായിട്ടും മനസ്സിലാകുന്നുണ്ട് ബാബ എന്താണ് പറയുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പക്കാ നിശ്ചയം വന്നാൽ മതി. ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ നിശ്ചയം വരികയാണെങ്കിൽ, നിശ്ചയമാകുന്ന വിത്തിട്ട് കഴിഞ്ഞാൽ, ബാബു പറയുകയാണ് ജ്ഞാനത്തിൻ്റെ നിശ്ചയത്തിൻ്റെ വിത്തിട്ട് കഴിഞ്ഞാൽ ഫലം പെട്ടെന്ന് തന്നെ തയ്യാറായിക്കോളും. കാരണം ഭൂമി ഓൾറെഡി തയ്യാറാണ്. യഹ് ഐസാ ബീജ് ഹേ ജോ ബഹുത്ത് ജൽദി ഫൽ ദേ സക്താ ഹെ. ഇതങ്ങനെയുള്ള ബീജമാണ്, വളരെ പെട്ടെന്ന് തന്നെ ഫലം തരാൻ കഴിയും. ബീജ് പവർഫുൾ ഹെ. ബീജം വളരെ ശക്തിശാലിയാണ്. ബാക്കി പാലന കർണ ദേഖ്ഭാൽ കർണ ആപ്കാ കാം ഹെ. ബാക്കി പാലനം ചെയ്യുക, അതിനെ സംരക്ഷിക്കുക, അത് നിങ്ങളുടെ ജോലിയാണ്. बाप सर्वशक्तिमान और बच्चों को संकल्पों को रोकने की भी शक्ति नहीं. ബാബ ചോദിക്കുകയാണ്, അച്ഛൻ സർവശക്തിമാനാണ്, കുട്ടികൾക്കാണെങ്കിൽ തൻ്റെ സങ്കല്പങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ശക്തി പോലുമില്ല.
बाप सृष्टि को बदलते हैं, बच्चे अपने को भी नहीं बदल सकते. അച്ഛന് സൃഷ്ടിയെ തന്നെ മാറ്റാൻ കഴിയും, കുട്ടികൾക്ക് തന്നെ മാറ്റാൻ കഴിയുന്നില്ലേ? യഹ് സോച്ചോ കി ബാപ്പ് ക്യാ ഹേ ഔർ ഹം ക്യാ ഹേ. ഒന്ന് ചിന്തിച്ച് നോക്കാൻ, ബാബ എന്താണ്, ഞാൻ ആരാണ്. ബാബ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ അത്യാവശ്യം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഒന്ന് ചിന്തിച്ച് നോക്കാൻ ബാബ നമ്മളോട് പറയുകയാണ്. ബാബ സർവശക്തിവാനാണ്, മക്കൾ നമ്മളും മാസ്റ്റർ സർവശക്തിവാനാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അച്ഛൻ സൃഷ്ടിയെ മാറ്റുകയാണ്. കുട്ടികൾ നമുക്ക് നമ്മുടെ സ്വഭാവത്തെ പോലും മാറ്റാൻ കഴിയുന്നില്ല, നമുക്ക് നമ്മെ തന്നെ മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ ബാബ പറയണമെന്ന് ചിന്തിച്ച് നോക്കൂ, ബാബ ആരാണ്, നിങ്ങൾ ആരാണ്, ബാബ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്. തോ അപ്പനെ ഊപ്പർ കുദ്ഹി ശരമായെങ്കിൽ, അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വയം തൻ്റെ മേൽ തന്നെ ലജ്ജ തോന്നും. അപ്പനി ചലൻ കോ പരിവർത്തൻ മേ ലാനാ ഹെ, തൻ്റെ ചലനത്തെ പരിവർത്തനത്തിൽ കൊണ്ടുവരണം. വാണീസെ ഇത്തന നഹി സംജെങ്കെ, ശബ്ദത്തിലൂടെ ആരും ഇത്രയും മനസ്സിലാക്കുകയില്ല. പരിവർത്തൻ ദേക്ക് ഖുദ് ഹി പൂछेंगे कि आपको ऐसा बनाने वाला कौन. നിങ്ങളുടെ പരിവർത്തനം കണ്ട് സ്വയം തന്നെ അവർ ചോദിക്കും, നിങ്ങളെ ഇങ്ങനെ ആക്കുന്നത് ആരാണ്. ഇപ്പം ബാബു പറയാണ്, നമ്മൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ സ്വയം തന്നെ ഇത് ചോദിക്കും, നിങ്ങളെ ഇങ്ങനെ ആരാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. कोई बदल कर दिखाता है तो न चाहते हुए भी उनसे पूछते हैं क्या हुआ, कैसे किया. तो आपको भी आपके भी चलन को देख खुद खींचेंगे. ആരെങ്കിലും മാറി കാണിക്കുമ്പോൾ അവരാഗ്രഹിക്കാതെ തന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, എന്താ സംഭവിച്ചത്, ഇതെങ്ങനെയാണ് ഈ മാറ്റം കൊണ്ടുവന്നത്. അപ്പം അതേപോലെ നിങ്ങളുടെയും ചലനത്തെ കണ്ട് അവർ സ്വയം ആകർഷിച്ചു വരുക. അപ്പോൾ നമ്മുടെയും ചലനം അങ്ങനെ ആയിത്തീരുമ്പോൾ, നമ്മുടെ ആ മാറ്റം കാണുമ്പോൾ തീർച്ചയായിട്ടും അവരും ആകർഷിച്ച് നമ്മളുടെ അടുത്തേക്ക് വരിക. യഹ് തോ നിമിത്ത സേവാ കേന്ദ്ര ഹെ, ഇത് നിമിത്തമായിട്ടുള്ള സേവാ കേന്ദ്രമാണ്. മുഖ്യ കേന്ദ്രത്തോ സബീ കാ ഏക് ഹി ഹെ, മുഖ്യമായിട്ടുള്ള കേന്ദ്രം എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. ഐസെ ബേഹദ് കി ദൃഷ്ടിമേ രഹത്തെ ഹോന്, അങ്ങനെയുള്ള പരിധിയില്ലാത്ത ദൃഷ്ടിയിലാണല്ലോ കുട്ടികൾ ഇരിക്കുന്നത്. അതായത് നമ്മുടെ മുഖ്യാലയം, മുഖ്യസ്ഥാനം മൗണ്ട് അബു തന്നെയാണ്. ഇത് പിന്നെ ഉള്ളത് മുഖ്യമായിട്ടുള്ള സ്ഥാനമല്ല, ഇത് നിമിത്തമായിട്ട് സേവാ കേന്ദ്രമാണ്. മുഖ്യ കേന്ദ്ര സേ ഹി സബീ കാ കണക്ഷൻ ഹെ, മുഖ്യ കേന്ദ്രവുമായിട്ടാണ് എല്ലാവരുടെയും കണക്ഷൻ. സബി ആത്മാവോं का उनसे कनेक्शन है, संबंध है. എല്ലാ ആത്മാക്കളുടെയും കണക്ഷൻ മുഖ്യ കേന്ദ്രവുമായിട്ടാണ്, എല്ലാ ആത്മാക്കളുടെയും ബന്ധം മുഖ്യ കേന്ദ്രവുമായിട്ടാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഏക് സേ സംബന്ധ രഹത്താ ഹേ തോ അവസ്ഥാ ഭി ഏക് രസ് രഹത്തി ഹേ, ഒന്നുമായിട്ടുള്ള ബന്ധമാണ് ഉള്ളത് എങ്കിൽ അവസ്ഥയും ഏകരസമായിരിക്കും. अगर और कहाँ संबंध की रग जाती हैं तो ഏകരസ് അവസ്ഥ नहीं रहेंगे. അഥവാ വേറെ എവിടെയെങ്കിലും സംബന്ധത്തിൻ്റെ ആ ഒരു മോഹം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പോവുകയാണെങ്കിൽ അവസ്ഥ ഒരിക്കലും ഏകരസമാകുകയില്ല. ഭാവപരൻ നമുക്ക് എല്ലാ ബന്ധങ്ങളും നമ്മുടെ മുഖ്യ കേന്ദ്രവുമായിട്ടാണ്, മുഖ്യസ്ഥാനവുമായിട്ടാണ് നമ്മുടെ ബന്ധങ്ങളെല്ലാം. അങ്ങനെ ഒരേ ഒരു സ്ഥാനവുമായിട്ട് ബന്ധം വയ്ക്കുമ്പോൾ നമ്മുടെ അവസ്ഥയും ഏകരസമായിരിക്കും. മറ്റെങ്ങോട്ടെങ്കിലും നമ്മുടെ ബന്ധം പോവുകയാണെങ്കിൽ അവസ്ഥ ഏകരസമാക്കാൻ പ്രയാസമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. तो एकरस अवस्था बनाने के लिए सिवाय एक के और कुछ भी देखते हुए न देखो. അവസ്ഥയെ ഏകരസമാക്കുന്നതിന് വേണ്ടി മറ്റെല്ലാം കണ്ടുകൊണ്ടും ഒന്നും കാണാതിരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. യഹ് ജോ കുച്ച് ദേഖ്തേ ഹോ വഹ് കോയി വസ്തു രഹ്നെ വാലി നഹി ഹെ. എന്തെല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ അതൊന്നും തന്നെ ഇരിക്കാൻ പോകുന്നില്ല.
साथ रहने वाली अविनाशी वस्तु वह एक बाप ही है. ഒപ്പം ഉണ്ടായിരിക്കുന്നത്, കൂടെ ഉണ്ടായിരിക്കുന്ന അവിനാശിയായിട്ടുള്ള ഒരു വസ്തു അത് ഒരേ ഒരു ബാബ മാത്രമാണ്. एक की ही याद में सर्व प्राप्ति हो सकती है और सर्व की याद से कुछ भी प्राप्ति न हो तो कौन सा सौदा अच्छा. ഒന്നിൻ്റെ തന്നെ ഓർമ്മയിൽ സർവപ്രാപ്തി ഉണ്ടാവും. ബാക്കി സർവ്വതിൻ്റെയും ഓർമ്മയിലൂടെ ഒരു പ്രാപ്തി ഉണ്ടാകുകയില്ല. അപ്പോൾ ഏത് ബിസിനസ്സാണ് നല്ലത്, ഏത് വ്യാപാരമാണ് നല്ലത്? ബാബ നല്ലൊരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. അതായത് ബാബ പറയുകയാണ്, സത്യമായിട്ടുള്ള കാര്യം ഇതാണ്, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നത് ഒരേ ഒരു ബാബ മാത്രമാണ്. ബാക്കി എന്തെല്ലാം നിങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ടോ അതെല്ലാം നശിക്കേണ്ടതാണ്, ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഒരേ ഒരു ബാബയുടെ ഓർമ്മയിലാണ് സർവ്വപ്രാപ്തി ഉണ്ടാകാൻ പോകുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിലും അതിലൂടെ ഒരു പ്രാപ്തി ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഏത് ബിസിനസ്സാണ് നല്ലത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ബാബ ചോദിക്കുകയാണ്. ദേഖ്ഭാൽ കർ സൗദ കിയാ ജാത്താ ഹെ യാ കഹനെ പർ കിയാ ജാത്താ ഹെ. ബാബ ചോദിക്കുകയാണ്, നോക്കിക്കണ്ടാണല്ലോ ബിസിനസ് ചെയ്യാറുള്ളത്, അതോ വെറും പറയുന്നത് കൊണ്ട് ചെയ്യാറുണ്ടോ? കാര്യങ്ങൾ ആലോചിച്ച് കണ്ട് നോക്കിക്കണ്ടാണല്ലോ ബിസിനസ് അല്ലെങ്കിൽ വ്യാപാരം ചെയ്യാറുള്ളത്, പറയുന്നത് കൊണ്ട് മാത്രം അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പം ബാബ നമ്മുടെ ബുദ്ധിയൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബാബ പറയുകയാണ്, എൻ്റെ ഓർമ്മയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓർമ്മയിൽ അവസ്ഥയും ഒരേപോലെ ഇരിക്കും, സർവ്വപ്രാപ്തി ഉണ്ടാവും. ബാക്കി എന്തെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നാലും അതിൽ കൂടി ഒന്നും നിങ്ങൾക്കൊരു പ്രാപ്തി ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ അവസ്ഥയും എപ്പോഴും ഏറ്റക്കുറച്ചിലായിരിക്കും. പിന്നെ എന്തുകൊണ്ട് നോക്കിക്കണ്ട് ആലോചിച്ച് കണ്ട് ബാബ പറയുന്നത് പോലെ ബാബയെ മാത്രം സ്വന്തമാക്കിക്കൂടാം, ബാബയുടെ ഓർമ്മയിൽ മാത്രം ഇരുന്നു കൂടാ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ഈ കാലതാമസം എന്നാണ് ബാബ ചോദിക്കുന്നത്. यह भी समझ मिली है कि यह माया सदैव के लिए विदाई लेने थोड़ा समय मुखड़ा दिखलाती है. ഈ അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഈ മായ എന്നേക്കുമായി വിട വാങ്ങുന്നതിന് കുറച്ച് സമയം മുഖം കാണിക്കുകയാണിപ്പോൾ. അബ് വിദായി ലേനെ ആത്തി ഹേ ഹാർ ഖിലാനേ നഹി. ഇപ്പോൾ വിട വാങ്ങുന്നതിന് വേണ്ടിയാണ് മായ നിങ്ങളുടെ മുന്നിൽ വരുന്നത്, അല്ലാതെ നിങ്ങളെ തോൽപ്പിക്കാനല്ല എന്ന്. ചുട്ടി ലേനെ ആത്തി ഹേ. ഇത് മായ തോൽപ്പിക്കാനല്ല വരുന്നത്, അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി വരികയാണ്. അഗർ ഘബരാഹട്ടായി തോ വഹ് കംജോരി കഹി ജായെങ്കി. ആ സമയത്ത് ഭയം തോന്നുകയാണെങ്കിൽ അത് തൻ്റെ കുറവായിട്ടേ പറയുകയുള്ളൂ, തൻ്റെ ശക്തിഹീനതയാണ്. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പോൾ മായ നമ്മുടെ മുന്നിൽ വരുന്നത് വിട വാങ്ങുന്നതിന് വേണ്ടിയാണ്. സദാകാലത്തേക്ക് ഞാൻ പോയി വരട്ടെ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. മുന്നിൽ വരാതെ നമ്മുടെ യാത്ര ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മായ മുന്നിൽ വരുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഭയക്കുകയാണ്. അപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ ഭയക്കുകയാണെങ്കിൽ അതിനെ ശക്തിഹീനതയെന്നേ പറയാൻ കഴിയുകയുള്ളൂ എന്ന്. കംജോരി സെ ഫിർ മായ കാ വാർ ഹോത്താ ഹെ. ശക്തിഹീനരുമായിട്ട് പിന്നെ മായയുടെ യുദ്ധം ഉണ്ടാകും. അബ് തോ ശക്തി മിലി ഹേന. ഇപ്പം നിങ്ങൾക്ക് ശക്തി കിട്ടിയല്ലോ. സർവശക്തിവാൻ കെ സാത്ത് സംബന്ധ ഹേ തോ ഉൻകി ശക്തി കെ ആകെ മായാ കി ശക്തി ക്യാ ഹെ. സർവശക്തിമാനുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങൾക്കുള്ളത്. ആ ശക്തിയുടെ മുന്നിൽ മായയുടെ ശക്തി പിന്നെ എന്താണ്? സർവശക്തിവാൻ കെ ബച്ചേ ഹേ യഹ് നശ നഹി ഭൂൽന. സർവശക്തിവാൻ്റെ മക്കളാണ്, ഈ ലഹരി ഒരിക്കലും മറക്കരുത്. ഭൂൽനെ സേ ഹി ഫിർ മായ വാർ കർത്തി. മറക്കുന്നത് കൊണ്ടാണ് മായ അറ്റാക്ക് ചെയ്യുന്നത്. ബേഹോഷ് നഹി ഹോന ഹെ. കുട്ടികൾ അബോധത്തിലാകരുത്. ബേഹോഷ് നഹി ഹോന ഹെ. കുട്ടികൾ അബോധത്തിലാകരുത്. ഹോഷിയാർ ജോ ഹോത്തെ ഹെ വഹ് ഹോഷ് രക്തേ ഹെ. സമർത്ഥരായിട്ടുള്ള കുട്ടികൾ എപ്പോഴും ഒരു ബോധത്തിലായിരിക്കും. ആജ്കൽ ഡാക്കു ലോഗു ഭി കോയി ചീസ് സെ ബേഹോഷ് കർ ദേത്തെ ഹെ. ഈയിടെയായിട്ട് കൊള്ളയടിക്കുന്നവരും എന്തെങ്കിലുമൊക്കെ വസ്തു ഉപയോഗിച്ച് അബോധത്തിലാക്കാറുണ്ട്.
तो माया भी ऐसा करती है. മായ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതാണ്. जो चतुर होते हैं वह पहले से ही जान लेते कि इनका यह तरीका है, इसलिए पहले से ही सावधान रहते हैं. സമർത്ഥരായിട്ടുള്ളവർ നേരത്തെ തന്നെ ഇതറിയും, ഇതൊരു രീതിയാണ് മായയുടേത്. അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ അവർ വളരെ ശ്രദ്ധയോടെയിരിക്കും. അപ്പനെ ഹോഷുക്കോ ഗവാത്തേ നഹി, അവർ തൻ്റെ ബോധത്തെ നഷ്ടപ്പെടുത്തുകയില്ല. ഇസി സഞ്ജീവനി ബുദ്ധിക്കോ സദൈവ് സാത്ത് രഖനാ ഹൈ, ഈ സഞ്ജീവനി ബുദ്ധി, അതായത് ഈ പച്ചമരുന്ന് അഥവാ ഈ ഒറ്റമൂലി സദാ കൂടെ വയ്ക്കണം. അപ്പം ഇവിടെ ബാബ പറയുകയാണ്, ഈയിടെയായിട്ട് മോഷ്ടിക്കാൻ വരുന്നവർ അല്ലെങ്കിൽ കൊള്ളയടിക്കുന്നവർ അവർ വീട്ടുകാരെയോ അല്ലെങ്കിൽ കാവൽക്കാരെയോ ഏതെങ്കിലുമൊക്കെ മരുന്ന് തളിച്ച് ബോധം കെടുത്താറുണ്ട്. എന്നിട്ടാണ് അവരകത്ത് കിടക്കുന്നത്. അതേപോലെയാണ് മായയും ചെയ്യുന്നത്. മായയും ബോധം കെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ശരിയായിട്ടുള്ള ബുദ്ധി, അതായത് ഞാൻ സർവശക്തിവാൻ്റെ കുട്ടിയാണ് എന്നുള്ളത് ആദ്യമേ മറവിപ്പിച്ച് കളയും. അപ്പം ബുദ്ധി ശക്തിഹീനമായി തീരുമ്പോൾ പിന്നെ മായയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ മായ നമ്മളിലൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, ശക്തിഹീനരാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഏതുപോലെ ശരിയായ രീതിയിൽ ഉള്ളവർക്ക് അവർക്കിതറിയാം. ഇന്നത്തെ കാലത്ത് കൊള്ളയടിക്കുന്നതിനോ അല്ലെങ്കിൽ മോഷ്ടിക്കുന്നതിന് വരുന്നവരൊക്കെ ഈ രീതിയിൽ മരുന്ന് തളിക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ബോധം കെടുത്താറുണ്ട് എന്നുള്ള അറിവുള്ളത് കൊണ്ട് അവർ നേരത്തെ തന്നെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അങ്ങനെ അവരതിന് അധീനമാകുകയില്ല. അതേപോലെ തന്നെ ബാബയുടെ കുട്ടികൾ നമ്മളും, അതായത് ബാബ തന്നിരിക്കുന്ന ഈ ഒറ്റമൂലി, അതായത് ബാബയുടെ ഓർമ്മ, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, സർവശക്തികളും എനിക്കുണ്ട്, ഈ ഓർമ്മ എപ്പോഴും ഉണ്ട് എങ്കിൽ മായ നമ്മളെ ഒരിക്കലും അബോധത്തിലാക്കുകയില്ല. അങ്ങനെ എപ്പോഴും നല്ല ബോധത്തിലിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഭലെ ഏക് മാസസേ ആയേ ഹേ യഹ് ഭി ബോധ് ഹേ, ഒരു മാസമായിട്ടേ വന്നിട്ടുള്ളൂ. ബാബ പറയണം, ഇതും വളരെയധികം ധാരാളമാണ്. ഏക് സെക്കൻഡ് ഭി പരിവർത്തനാസക്ത, ഒരു സെക്കൻഡിൽ തന്നെ പരിവർത്തനം വരാൻ കഴിയും. ഐസേ നെയ് സംശനാക്കി ഹം തോ അഭി ആയേ ഹേ നയേ ഹേ, അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കരുത് നമ്മളിപ്പോഴാണ് വന്നത്, പുതിയതാണ്. യഹ് തോ സെക്കൻഡ് കാ സൗദ ഹേ, ഇത് ഒരു സെക്കൻഡിൻ്റെ ബിസിനസ്സാണ്. ഏക് സെക്കൻഡ് മേ ജന്മസിദ്ധ അധികാർ ലേ സക്തേ ഹേ, ഒരു സെക്കൻഡിൽ ജന്മസിദ്ധ അധികാരം എടുക്കാൻ കഴിയും. ഇസിലിയെ ഐസാ തീവ്ര പുരുഷാർത്ഥ കരോ യഹി യുക്തി മിൽത്തി ഹേ, അതുകൊണ്ട് ഇങ്ങനെ തീവ്രമായി പുരുഷാർത്ഥം ചെയ്യൂ, അതിനുള്ള യുക്തിയാണ് ബാബ തന്നുകൊണ്ടിരിക്കുന്നത്. ജോ ഭി ബാത്ത് സാമനെ ആയേ തോ യഹ് ലക്ഷ്യ രഖോ കി ഏക് സെക്കൻഡ് മേ ബദൽ ജായേ, ഏത് കാര്യം മുന്നിൽ വരുമ്പോഴും ഈ ലക്ഷ്യം വയ്ക്കണം, ഒരു സെക്കൻഡ് കൊണ്ട് അത് മാറണമെന്ന്. സാരേ കൽപ്പമേ യഹി സമയ ഹേ, മുഴുവൻ കൽപ്പത്തിൽ വെച്ച് സമയം ഇത് തന്നെയാണ്. അബ് നഹി തോ കബ് നഹി, യഹ് മന്ത്ര യാദ് രഖ്ന ഹേ, ഇപ്പോഴില്ല എങ്കിൽ പിന്നെ ഒരിക്കലുമില്ല, ഈ മന്ത്രം ഓർമ്മയിൽ വയ്ക്കണം. അപ്പോൾ ബാബ വലിയൊരു മന്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മുഴുവൻ കൽപ്പത്തിൽ വെച്ച് ഈ ഒരു സമയം മാത്രമേ നമുക്ക് പെട്ടെന്ന് പരിവർത്തനപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ബാബ സൃഷ്ടിയിലുള്ള ഈ സമയം വരദാനീ സമയമാണ്. അതുകൊണ്ട് ഇപ്പോഴില്ല എങ്കിൽ പിന്നെ ഒരിക്കലുമില്ല എന്നുള്ള മഹാമന്ത്രം നമ്മളെപ്പോഴും ഓർമ്മയിൽ വെച്ച് നമ്മളിൽ മാറ്റം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം എന്ന് ബാബ ഉപദേശിക്കുകയാണ്. जो भी पुराने संस्कार हैं और पुरानी नेचर हैं वह बदल कर ഈശ്വരീയ ബൻ ജായേ, ഏതെല്ലാം സംസ്കാരമാണോ സ്വഭാവമാണോ നമ്മുടേത് പഴയതായിട്ടുള്ളത് അതെല്ലാം മാറി ഈശ്വരീയമായി തീരണം. നമ്മുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങളെ മാറ്റി ഈശ്വരീയ സ്വഭാവവും ഈശ്വരീയ സംസ്കാരവുമാക്കി മാറ്റണം. കോയി ഭി പുരാന സംസ്കാർ പുരാനി ആദത്തെ ഇന്നരഹേ, ഒരു പഴയ സ്വഭാവമോ സംസ്കാരമോ നമ്മളിൽ ഉണ്ടാകരുത്. ആപ്കെ പരിവർത്തൻ സെ അനേക ലോക് സന്തുഷ്ട ഹോങ്കി, നിങ്ങളുടെ പരിവർത്തനത്തിലൂടെ അനേകം പേർക്ക് സന്തുഷ്ടതയുണ്ടാകും. സദൈവ് യഹി കോശിഷ് കർണി ഹേ കി ഹമാരി ചലൻ ദ്വാര കോയി കോ ഭി ദുഃഖ ന ഹോ, എപ്പോഴും ഈ ശ്രദ്ധയുണ്ടായിരിക്കണം, എൻ്റെ ചലനത്തിലൂടെ എൻ്റെ പെരുമാറ്റത്തിലൂടെ ആർക്കും ദുഃഖം ഉണ്ടാകരുത്.
മേരി ചലൻ സങ്കൽപ്പ് വാണി ഹർ കർമ്മ സുഖദായി ഹോ. എൻ്റെ ചലനവും സങ്കല്പവും ശബ്ദവും ഓരോ കർമ്മവും സുഖദായി ആയിരിക്കണം. അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, നമ്മുടെ ഒരു സ്വഭാവവും ഒരു സംസ്കാരവും പഴയത് നമ്മളിലുണ്ടാകരുത്. നമ്മുടെ പരിവർത്തനത്തിൽ അനേകം പേർക്ക് സന്തുഷ്ടതയുണ്ടാകും. എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇതായിരിക്കണം, എൻ്റെ പെരുമാറ്റത്തിലൂടെ ഒരാളിന് പോലും ദുഃഖം ഉണ്ടാകരുത്. എൻ്റെ ചലനവും എൻ്റെ സങ്കല്പവും ശബ്ദവും ഓരോ കർമ്മവും സുഖദായി ആയിരിക്കണം. യഹ് ഹേ ബ്രാഹ്മൺ കുൽ കി രീതി. ഇതാണ് ബ്രാഹ്മണ കുലത്തിൻ്റെ രീതി, ആചാരം. ജോ ദൂർ സേ ഹി കോയി സമझ ले कि यह हम लोगों से न्यारे हैं. न्यारे और प्यारे रहना यह है पुरुषार्थ. വളരെ ദൂരെ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കണം. ഇവർ നമ്മളെക്കാൾ വേറിട്ട് നിൽക്കുന്നവരാണ്. ഇവർ നമ്മളെപ്പോലെയുള്ളവരല്ല, നമ്മളിൽ നിന്നും വേറിട്ടവരാണ്. വേറിട്ടും എന്നാൽ പ്രിയവുമായിട്ടിരിക്കണം. ഇതുതന്നെയാണ് നമ്മുടെ പുരുഷാർത്ഥം. ബാബ ഈ മഹാവാക്യം നമ്മളെ, ഈ മഹാമന്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എല്ലാത്തിൽ നിന്നും വേറിട്ടും എന്നാൽ എല്ലാവരുടെയും പ്രിയവുമായിട്ടിരിക്കണം. ഇതാണ് നമ്മുടെ മഹാവാക്യം. ഇതുതന്നെയാണ് നമ്മുടെ പുരുഷാർത്ഥം. അപ്പം നമുക്കെല്ലാവർക്കും ഈ പുരുഷാർത്ഥത്തിൽ, ഈ പോയിന്റിൽ വളരെ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ടുയരാം. ഓം ശാന്തി.